കേരളത്തിലെ ജനങ്ങൾ മാറ്റത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇടതുമുന്നണിക്കെതിരെ UDF ശക്തമായ പോരാട്ടത്തിലാണെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവമ്പാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി CK കാസിമിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നോർത്ത് കാരശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പ്രിയങ്ക ഗാന്ധിക്ക് മികച്ച വിജയം നൽകിയ തിരുവമ്പാടി മണ്ഡലം CK കാസിമിനും വൻ വിജയം നൽകുമെന്ന ചടങ്ങിൽ സംസാരിച്ച AICC ജനറൽ സെക്രട്ടറി മൻസൂർ അലി ഖാനും പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ മാറ്റത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇടതുമുന്നണിക്കെതിരെ UDF ശക്തമായ പോരാട്ടത്തിലാണെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി CK കാസിമിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നോർത്ത് കാരശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും അവർ പറഞ്ഞു. The 5 guarantees are like guarantees which is very effective in the other states where we are in power, like Karnataka, like Telangana. Some of the guarantees we have done there. One guarantee we have taken from Rajasthan when Congress government was there. So all effective guarantees for the poor people, for the needy people. Because Kerala, the most important problem is job opportunity for youth. തിരുവമ്പാടിയും UDF വിജയിക്കും. 10 വർഷത്തെ ദുർഭരണത്തിനൊടുവിൽ പുതിയ കേരളത്തിനായി നമുക്ക് കാത്തിരിക്കാമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. In Tiruvambari Assembly constituency, this belongs to our leader Priyanka Gandhiji's Wayanad constituency. It comes under. This time in Kerala election, the UDF is strongly fighting against the LDF. And the people of Kerala want a change. And I'm sure UDF will win this time. Yesterday and day before yesterday, we are going to every places for the booth convention. And the amount of people's love, trust on UDF, they are showing to us. പ്രിയങ്ക ഗാന്ധിക്ക് മികച്ച വിജയം നൽകിയ തിരുവമ്പാടി മണ്ഡലം CK കാസിമിനും വൻ വിജയം നൽകുമെന്നും കേരളത്തിലെ ഇടതുഭരണത്തിന് അന്ത്യം കുറിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും ചടങ്ങിൽ സംസാരിച്ച AICC ജനറൽ സെക്രട്ടറി മൻസൂർ അലി ഖാൻ പറഞ്ഞു. It's a matter of another 2 weeks, and I'm sure that the UDF will make sure that LDF is defeated, and I'm wishing all of you a great campaign time. ചടങ്ങിൽ ബാബു കെ പൈക്കാട്ടിൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ജെറിയ മുഹമ്മദ്, UDF ജില്ലാ ചെയർമാൻ VD ജോസഫ്, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി TJ റോയ്, സ്ഥാനാർത്ഥി CK കാസിം, VK ഹുസൈൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.